ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇതൊരു ചൈനീസ് ഫ്രൈഡ് റൈസാണ്. ക്യാരറ്റും ബീൻസും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വെജിറ്റബിളായിട്ടുള്ളത്. ബാക്കി ബിരിയാണിയുടെ ലോങ് റൈസ്. ഇതെടുത്തിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ്. 3 ഗ്ലാസ് അരി പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തെർമൽ കുക്കറിലാണ് വേവിച്ചെടുത്തത്. തിളച്ചതിന് ശേഷം 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അരി 3/4 വേവിൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചെറിയ ഉരുളിയിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. 3 ഗ്ലാസ് അരിയാണ്, അതുകൊണ്ട് ഒരു 6 സ്പൂൺ. അല്പം വേണമെങ്കിൽ കുറയ്ക്കാം. അതിൽ നെയ്യിൽ 50 ഗ്രാം കാഷ്യൂ, 50 ഗ്രാം കിസ്മിസ് വറുത്ത് കോരിയതിന് ശേഷം അല്പം ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, അതുപോലെ 10 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്. ഇത്രയും കൂടെ ആ നെയ്യിൽ എണ്ണയും കൂടെ ചേർന്ന് ആ മിശ്രിതത്തിലിട്ട് വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 150 ഗ്രാം ക്യാരറ്റ്, 150 ഗ്രാം ബീൻസ് ചെറുതായിട്ടരിഞ്ഞ് ആവിയിൽ വെച്ചോ അല്ലെങ്കിൽ അല്പം വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ച പച്ചക്കറിയാണിത്. അതും കൂടെ ഈ പച്ചമുളക്, വെളുത്തുള്ളി, ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക ഇതൊക്കെയും മൂത്ത് വരുമ്പോൾ അതും കൂടെ ചേർത്ത് പച്ചക്കറിയും കൂടെ ചേർത്ത് ഇളക്കി നല്ലതുപോലെ ആ എണ്ണയിൽ നെയ്യും ഉള്ള മിക്സിയിൽ നല്ലതുപോലെ നമ്മുടെ പച്ചക്കറി നല്ലതുപോലെ അതിൻ്റെ വേവിച്ചതാണ്, അതുകൊണ്ട് അധിക സമയം വഴറ്റണ്ട. എങ്കിലും ഒരു നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ചോറ് വേവിച്ച് ഉപ്പ് ചേർത്ത് അതിനകത്ത് സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെയാണ് സ്പൈസസ് ചേർത്തത്. ആ ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് നേരത്തെ ഇട്ടത് നെയ്യിൽ ക്യാരറ്റും കിസ്മിസും നമ്മൾ വറുത്ത് കോരി വെച്ചു. വെളുത്തുള്ളി, പച്ചമുളക് അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സ്പൈസായിട്ട് ചേർക്കുന്നത്. അത് ചതച്ചതാണ്. അതും ചേർത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ ക്യാരറ്റും ബീൻസും വേവിച്ചത് ചേർത്തു. അതും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റൈസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി. ഫയർ ലോയിലായിരിക്കണം. അത് ഇതിനകത്തെ വെള്ളമയം, ചോറിനകത്ത് അല്പം വെള്ളമയം കാണുമല്ലോ, വെള്ളം അതിൻ്റെ നല്ലപോലെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുകയാണ്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറിയ തീയിൽ നമ്മൾ ഇളക്കിയെടുക്കണം. നല്ലപോലെ പച്ചക്കറികളും ഈ ചോറും കൂടെ ഒന്നിച്ച് മിക്സായിട്ട് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ തീ ഓഫ് ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ അല്പം മല്ലിയിലയും അതേപോലെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ കിസ്മിസും കൂടെ മുകളിലിട്ട്, പിന്നെ അത് അഡീഷണലായിട്ട് നെയ്യും ഒന്നും ചേർക്കണ്ട, കാരണം 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലിൻ്റെ അളവ് വേണമെങ്കിൽ അല്പം കുറയ്ക്കാം, പക്ഷേ നെയ്യ് എത്രയും ചേർക്കണം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വേവിച്ചതാണ്, നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അരി. അതുകൊണ്ട് ഇത് നല്ലതുപോലെ പച്ചക്കറിയും ഈ ചോറും കൂടെ തമ്മിൽ മിക്സ് ചെയ്യുക. നമ്മുടെ രുചികരമായ ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇതൊരു 18 വർഷം മുമ്പേ നമ്മുടെ മനോരമയുടെ വനിതാ മാസികയിൽ വന്ന ഒരു പാചകത്തിൻ്റെ റെസിപ്പിയാണ്. അന്നൊന്നും യൂട്യൂബൊന്നും പ്രാബല്യത്തിലായിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് മൂത്തമകളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർക്കുണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനൊന്നും ആ പ്രായത്തിൽ അത്രയും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതിലാണ് ഞാൻ ജസ്റ്റ് ഇപ്പോഴും എൻ്റെ 2 പെൺമക്കളും അവരുടെ വീടുകളിൽ ഇപ്പോഴും ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കുന്ന ഇതാണ്. അല്ലാതെ നമ്മുടെ സവാള, തക്കാളി, സോയാ സോസ് ഒക്കെ ചേർത്ത് ഒക്കെ ധാരാളം ഫ്രൈഡ് റൈസ് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മളെ രാത്രി വരെ ഇരുന്നാലും ഒട്ടുമേ ചീത്തില്ല, കാരണം ഇത് സവാളയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ സ്പൈസസും മാത്രമേ ഉള്ളൂ. വലിയ എരിവില്ല. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല രുചികരമായ ഒരു ഫ്രൈഡ് റൈസാണിത്. അതുകൊണ്ട് കാഷ്യൂ കിസ്മിസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം, രുചികരമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു പഴയകാല റെസിപ്പി പറഞ്ഞില്ലേ, ഒരു 10-18 വർഷത്തിന് മുമ്പുള്ളതാണ്. എങ്കിലും ഇപ്പോഴും ഞാൻ അത് തന്നെ പിന്തുടർന്ന് വരുന്നു. മറ്റ് പല രീതികളിലും പല രീതിയിൽ പല ആൾക്കാരും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ 2 പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ച് വിടുന്നതിന് മുമ്പ് ഞാൻ ഈ രീതിയിലാണ് അവരും കൂടെ ചേർന്നാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ആ ശീലം ഇപ്പോഴും അവരുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. മറ്റൊന്നും തന്നെ അഡിഷണൽ ചേർക്കത്തില്ല. നല്ല ടേസ്റ്റാണ്. വൈകുന്നവരെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. ബാക്കി വന്നാൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. പിറ്റേ ദിവസം ചൂടാക്കിയാലും ഒട്ടുമേ ചീത്തയാകത്തില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ രുചികരമാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി, മുട്ട റോസ്റ്റ്, മറ്റേതെങ്കിലും കറികൾ കൂട്ടി, ഗ്രേവിയുള്ള കറികളും കൂട്ടി, സലാഡ്, പപ്പടം, അച്ചാർ ഇത്രയൊക്കെ കൂട്ടി ആണ് കഴിക്കുന്നത്. ഞാൻ എൻ്റെ കൂടെ ചിക്കൻ കറിയാണ് രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കി. ഇളയ മോളാണ്, രാവിലെ വന്നതാണ്, അവളാണ് ഇതിൻ്റെ എക്സ്പെർട്ടാണ്. അവളുണ്ടാക്കുന്നത്. ഞങ്ങൾ 2 പേരും കൂടെ ഒക്കെ ചേർന്നാണ് ഉണ്ടാക്കിയത്. അവരുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്ന്, ഇന്നലെ അവരുടെ വീട്ടിൽ ക്രിസ്മസിന്
അവരുടെ വീട്ടിലെ നാത്തൂനൊക്കെ വന്നപ്പോഴും കുടുംബം എല്ലാവരും 5 പേര് വന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഈ ഫ്രൈഡ് റൈസാണ് ഉണ്ടാകുക. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, രുചികരമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കണം, വേറെ ഒരുപാട് പച്ചക്കറികളൊന്നും വേണ്ട. ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം ഒരു ഫ്രൈഡ് റൈസാണ്. ബിരിയാണിയെക്കാട്ടിലും എല്ലാവർക്കും ഇഷ്ടവും ടേസ്റ്റും ഇതാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം അതാണ്. ഇനിയിപ്പോൾ അവിടെ 2 ദിവസം അവിടെ കാണണം. അവിടെ മമ്മി ഹസ്ബൻഡ് എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു